ജോസ് കെ മാണിക്ക് ഓഹരി പങ്കാളിത്തമുണ്ടെന്ന് പറയുന്ന റോയൽ മാർക്കറ്റിംഗിന് ഇറക്കുമതി ലൈസൻസ് ഇല്ലെന്നും ലൈസൻസ് ഇല്ലാതെ കമ്പനി കൃത്രിമ റബ്ബർ ഇറക്കുമതി നടത്തി റബ്ബർ വില ഇടിക്കുന്നു എന്നുമുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി. നിയമ നടപടികളുമായി മാർക്കറ്റിംഗ് കമ്പനിയും. പാലായിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തം ഉണ്ടെന്നതിന്റെ പേരിൽ റോയൽ മാർക്കറ്റിംഗ് എന്ന കമ്പനി കൃത്രിമ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നു എന്ന തരത്തിൽ വ്യാജ വാർത്തകളും പ്രചരണങ്ങളും നടത്തുന്നതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി. ഇറക്കുമതി ലൈസൻസോ ലൈസൻസിന് അപേക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കമ്പനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. വ്യാജ പ്രചരണത്തിനെതിരെ റോയൽ മാർക്കറ്റിംഗും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഒരു രേഖ പോലും ഇല്ലാതെ അല്ലെങ്കിൽ കമ്പനികൾക്ക് ഇറക്കുമതിക്ക് വേണ്ടുന്ന എക്സിം കോഡെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാതെ ഇലക്ഷൻ സമയം അടുക്കുമ്പോൾ യാതൊരുവിധ അടിസ്ഥാനങ്ങളും ഇല്ലാതെ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നവർക്കും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. ജോസ് കെ മാണി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് റോയൽ മാർക്കറ്റിംഗിൽ ഭാര്യ നിഷ ജോസ് കെ മാണിക്ക് ഓഹരി പങ്കാളിത്ത വിവരങ്ങൾ ഉള്ളത്. എന്നാൽ അതിന്റെ വിവരങ്ങൾ വളച്ചൊടിച്ച് റോയൽ മാർക്കറ്റിംഗിനെ കൃത്രിമ റബ്ബർ ഇറക്കുമതി ചെയ്ത റബ്ബറിന്റെ വിലയിടിക്കാൻ ശ്രമിക്കുന്ന സ്ഥാപനമായി ചിത്രീകരിക്കുകയായിരുന്നു. പാലായിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ ആരോപണം ഏറ്റെടുത്തിരുന്നു. ഇടതുപക്ഷം ഇത് നിഷേധിച്ചിട്ടും ആരോപണം തുടർന്നു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിയമ നടപടിക്കൊരുങ്ങാൻ ബന്ധപ്പെട്ടവർ തീരുമാനിച്ചത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോളിമർ കേരളത്തിലെ പ്ലാസ്റ്റിക് വ്യവസായികൾക്കും ബീഡിംഗ് ഹൗസ്, ഗ്ലൗസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട ഉൽപ്പാദകർക്കും മാത്രം മെറ്റീരിയൽസ് വിപണനം ചെയ്യുന്ന സ്ഥാപനത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വൻകിട ടയർ കമ്പനികൾക്ക് വേണ്ടി കൃത്രിമ റബ്ബർ ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കമ്പനി അധികൃതരുടെ ആരോപണം. കുറെ വർഷങ്ങളായി ഇലക്ഷൻ കാലം അടുക്കുമ്പോൾ ഈ കമ്പനി ലൈസൻസും രജിസ്ട്രേഷനും ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്നു, നികുതി അടയ്ക്കുന്നില്ല, വൻകിട ടയർ കമ്പനികൾക്ക് വേണ്ടി കൃത്രിമ റബ്ബർ ഇറക്കുമതി നടത്തി റബ്ബർ വില കുറയ്ക്കുന്നു എന്നിങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നടത്തുന്നു. ഇപ്രകാരം പറഞ്ഞു രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നവർ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കൾ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നതെന്നും ബിസിനസ് നടത്തി വരുമാനമുണ്ടാക്കാതെ രാഷ്ട്രീയത്തിലൂടെ സമ്പാദിക്കാനാണോ ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നതെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. എന്തായാലും ഇലക്ഷൻ സമയത്ത് മാത്രം ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് ഇതോടെ തിരശ്ശീല വീഴുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു കേന്ദ്രങ്ങൾ.